ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ദേവി ഒരു ഒന്നൊന്നര പണി തന്നെയാണ് മീനാക്ഷിയുടെ അച്ഛനിട്ട് കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ മീനാക്ഷിയുടെ അച്ഛന് കുറച്ച് അഹങ്കാരമുണ്ട്. ആ അഹങ്കാരത്തിന് ഒരു ഒരു പരിധി വരെ പുള്ളിക്ക് കിട്ടാവുന്നതൊക്കെ നമ്മുടെ ദേവിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ ദേവി പ്രതികരിക്കുമെന്ന്. അതിനൊക്കെ നമ്മുടെ ദേവീനെ നമ്മൾ മിടുക്കിയായിട്ട് തന്നെ പറയണം കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കുറച്ച് അഹങ്കാരികൾക്ക്, സ്വയം പൊങ്ങികൾക്ക് ഇത് ഒരു ചെറിയൊരു പണിയൊക്കെ തന്നെയാണ്. ഏതായാലും ദേവി ഇത് ചെയ്തത് കൊണ്ട് രാമേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. രാമേട്ടന് മാത്രമല്ല, ധർമ്മൻ ചിലപ്പോൾ ഇതിന് ദേഷ്യപ്പെടുന്നല്ലേ ഓർത്തത്. പക്ഷെ ധർമ്മനും ഇഷ്ടമായിട്ടുണ്ട്. ധർമ്മനാണെങ്കിൽ കണ്ണെടുത്താ കണ്ടുകൂടാ ആരെ, മീനാക്ഷിയുടെ അച്ഛനെ. അഹങ്കാരവും പൊങ്ങച്ചവും വീരവാദവും ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമേ അല്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ മീനാക്ഷിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്നപ്പം അവിടെ ഒന്ന് കുറച്ച് പെർഫോമൻസ് ഒക്കെ നടത്തിയായിരുന്നു. പക്ഷെ അതൊരു അച്ഛന്റെ ഒരു രീതിയായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം ഒരു അച്ഛൻ ഒരു മകൾ ഇങ്ങനെ പോരുമ്പം ഒരു അച്ഛൻ ആ രീതിയിലേ പ്രതികരിക്കത്തുള്ളൂ. പക്ഷെ അതിനും അപ്പുറം ഒരു അഹങ്കാരം പുള്ളിക്കാരനുണ്ട്. മാത്രമല്ല നമ്മുടെ ആകാശിനെയും മീനാക്ഷിയെയും പതുക്കെ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകാമെന്നൊരു ചിന്തയും ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ദേവിക്ക് കിട്ടിയ അവസരം ദേവി ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. ഏതായാലും ഇതറിഞ്ഞ് ആകാശ് അടങ്ങിയിരിക്കുവോ? ആകാശിന്റെ പുന്നാര അമ്മായിയച്ഛനല്ലേ കാറൊക്കെ മേടിച്ചു കൊടുത്ത പുന്നാര അമ്മായിയച്ഛൻ, തന്നെ എപ്പോഴും പുകഴ്ത്തി പാടുന്ന വാഴ്ത്തി പാടുന്ന അമ്മായിയച്ഛൻ. അപ്പം നമ്മുടെ ആകാശ് സഹിക്കുവോ? ഒരിക്കലും ആകാശ് സഹിക്കില്ല. ആകാശ് വന്ന് അങ്ങോട്ട് ഒടവാളെടുത്തില്ലേ? പറ്റത്തില്ല ഏട്ടത്തി, പറ്റത്തില്ല. ഏടത്തി മാപ്പ് ചോദിക്കണം. മാപ്പ് ചോദിക്കാതെ ഇവിടെ ഒന്നുമില്ല. ഏടത്തി എന്റെ അമ്മായിയച്ഛനോട് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചു? ഞാൻ സമ്മതിക്കത്തില്ല. ഫോൺ എടുക്കുക, വിളിക്കുക, മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് കിടന്നങ്ങ് അലറുക. അപ്പോഴത്തേക്കും രാമേട്ടൻ പറഞ്ഞു, എടാ ആകാശം, നീ കാര്യം ഒന്ന് മനസ്സിലാക്കുക. നിന്റെ അച്ഛൻ കയറി ഇരിക്കേണ്ട സ്ഥാനത്ത് വേറെ ആരെയും കയറ്റിയിരുത്തേണ്ട കാര്യമുണ്ടോ? ഓഹോ, എന്റെ അച്ഛൻ കയറിയിരിക്കുന്ന സ്ഥാനത്ത് ദേവേടത്തേക്ക് കയറിയിരിക്കാലോ. ശോ, അത് ദേവേടത്ത് ഇരിക്കുന്നത്, ദേവിമോൾ ഇരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ലേ? അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിടക്കുമ്പോഴത്തേക്കും ഇപ്പം ദേവിക്ക് വന്നിരിക്കേണ്ടി വന്നു. നിന്റെ അച്ഛൻ പറഞ്ഞു വെച്ചിട്ടല്ലേ ദേവിയെടുത്ത് വന്നിരിക്കുന്നത്. അത് നിന്റെ ദേവിയെടുത്തിയല്ലേ, നിന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ. അങ്ങനെയാണോ നിന്റെ അമ്മായിയച്ഛന് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ? അതെന്താ എന്റെ അമ്മായിയച്ഛന് എന്താ രാമേട്ട കുഴപ്പം? എന്റെ അമ്മായിയച്ഛന് എന്താ കുഴപ്പം ഇരിക്കുന്നത്? ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ എന്റെ അച്ഛനേക്കാളും 100 മടങ്ങ് ഒരുപാട് നല്ല ആള് തന്നെയാ എന്റെ അമ്മായിയച്ഛൻ. ഇത് കേട്ടതും രാമേട്ടനും പിടിച്ചില്ല. രാമേട്ടൻ പറഞ്ഞു, എന്താടാ നീ പറഞ്ഞത്? നമ്മുടെ ധർമ്മനും പറഞ്ഞു, എന്താടാ മോനെ നീ പറഞ്ഞത്? നിന്റെ അച്ഛനേക്കാളും ഒരു പടി മുന്നിലാണ് നിന്റെ അമ്മായി അച്ഛനോ? എടാ 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 മണകുടാഞ്ച, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഈ സ്വഭാവം നീ ആദ്യം മാറ്റിവെക്ക. എന്നാ മാത്രമേ നീ നന്നാകാൻ പോകുന്നുള്ളൂ. ആഹാ, അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നത് ഞാനൊന്നും അല്ല. പിന്നെ എനിക്ക് പ്രത്യേക സ്ഥാനം തരുന്നവരോട് എനിക്കൊരു പ്രത്യേക സ്നേഹവും കാണും. എന്നെ അതുപോലെയാ അവരുടെ വീട്ടിൽ ചെല്ലുമ്പം എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഇട്ട് തട്ടിക്കളിക്കുന്നത് പോലെ അങ്ങോട്ടാടറ കൊച്ചിരാമ, ഇങ്ങോട്ടാടറ കൊച്ചിരാമ എന്നൊന്നും അവിടെ ആരും പറയാറില്ല. ഈ പറഞ്ഞ മീനാക്ഷിയുടെ അച്ഛൻ എനിക്ക് ഒരു ഷോപ്പിംഗ് മാള് വരെ ഇട്ട് തരാന്ന് പറഞ്ഞതാ. പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് മീനാക്ഷി പറഞ്ഞിട്ടാ. ഇല്ലായിരുന്നെങ്കിലേ ഇപ്പം ഈ ബാലന്റെ ഗോമതി സ്റ്റോർസ് കിടന്ന് നിരങ്ങേണ്ട കാര്യം എനിക്കില്ലായിരുന്നു. ഇപ്പം എന്തേ ഈ ഇരിക്കുന്ന ഏടത്തിയുടെ കയ്യിൽ നിന്ന് വായിലിരിക്കുന്നതും കേൾക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞേക്കാം, ഇത് ഞാൻ സഹിക്കത്തില്ല. മീനാക്ഷി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മീനാക്ഷി അറിഞ്ഞാലോ ഒരവസ്ഥയും ഇല്ലടാ മോനെ. എടാ മോനെ, നിന്റെ ഈ മാമന് നിന്നെയും മീനാക്ഷിനെയൊക്കെ നന്നായിട്ട് അറിയാം. ദേവി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കടയില് ഇപ്പം കച്ചവടം നടക്കുമ്പം പുറത്തുനിന്ന് ഒരാൾ കയറി വന്ന് ഇരിക്കേണ്ടതല്ല ആ സീറ്റ്. ആ സീറ്റ് ഈ കടയിലെ മുതലാളി ഇരിക്കേണ്ട സീറ്റാണ്. കടയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കണക്കപ്പിള്ള ഇരിക്കേണ്ട സീറ്റാണ്. ഇപ്പൊ തൽക്കാലം കണക്കപ്പിള്ളയുടെ സീറ്റ് ദേവി അങ്ങോട്ട് എടുത്തു, ദേവിനെ ഏൽപ്പിച്ചു. അതല്ലേ അതിൻ്റെതായ സത്യം. അപ്പൊ ആ സ്ഥാനത്ത് വേറൊരാൾ വന്നിരുന്നാൽ ദേവിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓഹോ, മാമനും അപ്പം ഇവളുടെ കൂടെ ഇവളുടെ എന്നല്ല കേട്ടോ, ഏടത്തിയുടെ കൂടെ കൂടിയില്ലേ? മാമനപ്പൊ ഏടത്തിയുടെ കൂടെ കൂടി എന്നെ കുറ്റപ്പെടുത്തുക അല്ലേ?
ഹാ ഹാ, എനിക്കറിയണമല്ലോ, രണ്ടിലൊന്നും അറിയണമല്ലോ. ഞാനാണോ അതോ ഇവിടെ ദേവേടത്തെയാണോ ജയിക്കുന്നതെന്ന് കാണാം. ഒരിക്കലും ഞാനിത് സമ്മതിച്ചു തരില്ല. എന്നെ മണകുണാച്ചാന്ന് വിളിച്ച മാമന്റെ ഈ നാക്കില്ലേ, ഈ നാക്കും കൊണ്ട് തന്നെ തിരുത്തി പറയും. നോക്കിക്കോ, ഇവിടെ ആരെയും ഞാൻ കൂടുതൽ അധികകാലം വെച്ചു പൊറപ്പിക്കാൻ പോകുന്നില്ല. എന്നെ അപമാനിച്ചിട്ട് എന്റെ അമ്മായിച്ചനെ അപമാനിച്ചിട്ട് ആരും ഇവിടെ വലിയ കേമത്തികളൊന്നും ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങി അങ്ങ് പോവുകയാണ് കേട്ടോ. നമ്മുടെ മാമൻ, അതായത് ധർമ്മൻ പറഞ്ഞു, മോളെ ദേവി, ഇത് നീ കാര്യമാക്കുകയേ വേണ്ട. ബാലൻ, അതായത് എന്റെ അളിയൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ മോളുടെ വശത്ത് നിൽക്കുകയുള്ളൂ. മോള് ചെയ്തതാണ് ശരി. അല്ല അല്ല മാമ, ഇനിയിപ്പോ ഇത് വലിയ പ്രശ്നമാവോ? മീനാക്ഷി ഇത് ഏറ്റുപിടിക്കോ? എന്നിട്ട് ഇത് വീട്ടിൽ വലിയ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ടോ? ഏയ് മോൾ അത് നൂർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ആകാൻ പോകുന്നില്ല. ആകാശല്ലേ ഇതൊക്കെ പറഞ്ഞത്, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവനങ്ങ് മറന്നോളും. പിന്നെ ഈ പറയുന്ന മീനാക്ഷിയുടെ അച്ഛനെ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. കാരണം പുള്ളിക്കാരനെ നമ്മൾ ചവിട്ടിയിട്ടുണ്ട്. ആ ചവിട്ടിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷയർപ്പിക്കാനേ അവര് പല പണികളും നോക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മോളെ ഒന്ന് കരുതിയേക്കുന്നത് നല്ലതാ. മോള് മാത്രമല്ല, രാമേട്ടാ വയസ്സും പ്രായമൊക്കെ ആയേ, ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണേ. ഓ, ഈ രാമേട്ടനെ തൊടാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. ഇനിയൊട്ട് രാമേട്ടനെ തൊടാൻ ആരും വരാനും പോകുന്നില്ല. ബാലൻ ഈ കടയിട്ടപ്പം മുതൽ ഈ രാമേട്ടൻ കൂടെ ഉള്ളതാ. ഇനി ഈ രാമേട്ടനെ ആരും തൊടൂല. ഇത്രയും നാളും തൊട്ടില്ല, പിന്നെയല്ലേ ഇപ്പം തൊടാൻ പോകുന്നത്. ദേവി മോളെ നീ ചെയ്താ ദേവി മോളെ ശരിയെ. നിന്നെ പോലെ ഒരാൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലേ ഈ ആകാശൊക്കെ ഉണ്ടല്ലോ നേർവഴിക്ക് നടന്നേനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവീനെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ് കേട്ടോ. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആകാശ് നേരെ മീനാക്ഷിയുടെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് സമാധാനിപ്പിക്കണമല്ലോ, ചെയ്തത് തെറ്റാണ്, അതിനൊരു സോറിയൊക്കെ പറയണമല്ലോ. ഇപ്പൊ ഏടത്തിയാണ് ചെയ്തതെങ്കിലും എന്നെ കാണാൻ വന്ന അച്ഛന് അത് സംഭവിച്ചു പോയല്ലോ, അപ്പം സോറിയൊക്കെ പറയാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് ഉള്ളത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ. നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം മോനെ, നീ അവിടെ ഇനി അധികം നാൾ നിൽക്കരുത്. എന്തിനാ നിനക്ക് വിലയില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത്? നിന്നെ അന്വേഷിച്ചു വന്ന നിന്റെ അമ്മായിയച്ഛൻ, നിന്റെ അച്ഛന്റെ സ്ഥാനത്തല്ലേ നീ എന്നെ കാണുന്നത്. എന്നെ അടിച്ചിറക്കിയെങ്കിൽ നോക്കിക്കോ, മീനാക്ഷിക്ക് അവൾ എന്ത് വില കൽപ്പിക്കും. നോക്കിക്കോ, അവൾ ഉറപ്പായിട്ടും മീനാക്ഷിയോടുള്ള പകയാ എന്നോട് തീർത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശിനെ എരിവും കുറ്റവും കൂടുതലൊക്കെ പറഞ്ഞു കൊടുത്ത് വിടുന്നുണ്ട്. അപ്പൊ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ബാലനെ കാണിക്കുന്നുണ്ട്. അപ്പം ബാലന് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മിത്രയും അതുപോലെ തന്നെ ആര്യനും കൂടെ മേടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പൊ ആര്യം വന്ന് പറയാണ്, അച്ഛന് ഒത്തിരി നടക്കുമെടുക്കുമൊന്നും വേണ്ട, അച്ഛൻ്റെ ശരീരം നോക്കണം, ഇനിയെങ്കിലും ശരീരം നോക്കണം, അടങ്ങി ഒതുങ്ങി കിടക്ക്, കുറച്ച് ദിവസത്തിന് റെസ്റ്റ് എടുക്കണം, കടാന്ന് പറഞ്ഞിങ്ങനെ ഓടി നടക്കരുത്. പ്രായമായി കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ താങ്ങാൻ ആരും കാണണമെന്നില്ല, ഈ മക്കളെപ്പോഴും കൂടെ വേണമെന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത്, സ്വന്തം കാലിലൊക്കെ നിൽക്കുന്നത് കൊള്ളാം, ഇനിയിപ്പം അച്ഛൻ ഇവിടുന്ന് പോകുന്നത് ഭേദമായിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. ഏതായാലും ആര്യന്റെ ഉപദേശം നമ്മുടെ ബാലന് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ബാലൻ പറയുന്നുണ്ട്, കിടന്നുപോയാൽ കിടപ്പ് തന്നെ ആയിരിക്കും, ഈ അതും ഇതുമൊക്കെ ചെയ്ത് നടന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കട വിട്ട് ബാലനൊരു ജീവിതമില്ല, ബാലന്റെ ജീവിതം കട തന്നെയാ. കോമഡി സ്റ്റോഴ്സ് ഇല്ലാതെ ഒരിക്കലും ബാലനില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോവുകയൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആര്യൻ എന്തോ ഒരു കവർ കൊണ്ടുവെക്കുന്നുണ്ട് അവിടെ. അപ്പൊ ആകാശിന്റെ കയ്യിൽ എന്തോ കവറുണ്ട്. അപ്പൊ അതെന്തോ ഒരു ചെറിയ രഹസ്യമൊക്കെ ഉള്ള ഒരു കവർ തന്നെയാണ്. ആ കവർ പെട്ടെന്ന് താഴെ ചാടുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആര്യൻ എടുത്തുകൊണ്ട് പോകുന്നുമുണ്ട്. അപ്പം അതിലെന്തോ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ പരിഭ്രമവും ആ ഒരു വിഭ്രാന്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മിത്രയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് അച്ഛനോട് പറ. അല്ല, അന്ന് ബൈക്കിൽ നിന്ന് വീണ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, രണ്ടുപേർക്കും എന്തോ പരിങ്ങിക്കളിയൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മിത്ര പറയുന്നുണ്ട്, അച്ഛ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷെ ഇവര് വലിയൊരു ഇതിൽ പെട്ട് നിൽക്കുകയാണെന്ന് അറിയില്ലല്ലോ നമ്മുടെ ബാലന്. സത്യത്തിൽ നമ്മുടെ മിഥുനൊന്നും സംഭവിച്ചിട്ടില്ല, ബാലൻ സേഫ് ആക്കിയിട്ടുമുണ്ട്. അച്ഛൻ കാരണം ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല നമ്മുടെ മിഥുന്. ഒരു തരത്തിൽ ബാലൻ തന്നെയാണ് ഇവരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മിത്രയുടെയും ആര്യന്റെയും. നമ്മുടെ ബാലൻ ആ സമയത്ത് എടുത്തോണ്ട് പോയത് കൊണ്ടാണ്
ആ ഒരു മിഥുൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. കുറച്ചു നേരം കൂടെ അവിടെ കിടന്ന് രക്തം വാർന്നു പോയിരുന്നെങ്കിൽ മരിച്ചു പോയേനല്ലോ. അപ്പൊ മരിച്ചുപോയ ഉറപ്പായിട്ട് നമ്മുടെ ആര്യന് തന്നെയായിരുന്നു പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷാട്ടോ നാളെ കാണാൻ പോകുന്നത്. ഇനി നമ്മുടെ ദേവിയും മീനാക്ഷിയുള്ള യുദ്ധം നമുക്ക് കാണേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ നമ്മള് ഇന്നലെ വലിയ പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വീക്കെൻഡ് പ്രമോ ഇട്ടിട്ടുണ്ട് നമ്മള്. നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.